ഉമർ മൗലവിനൊക്കെ നിങ്ങൾ പുകഴ്ത്തിയത് എത്രയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ അക്രമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി പറഞ്ഞ ഇസ്തിഗാസയാണ്, ശിർക്കാണ്. അപ്പോൾ ഉമർ മൗലവി നിങ്ങൾ പറഞ്ഞതോ യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി മുതവരിഅൻ അദ്നു മിനൽ ഖഹാരി. ഉമർ മൗലവിനെ നേരിട്ട് യാമൻ അലൂദു ബിഹി, യാ റസൂലല്ലാഹ് വിളിച്ചാൽ നിങ്ങൾ ഏതായാലും ഇസ്ലാം ഒന്ന് പുറത്താക്കും, ശിർക്കാണ്. പക്ഷെ ഉമർ മൗലവിനെ വിളിക്കുമ്പോഴോ അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവരുടെ ഈ തൗഹീദും അല്ലെങ്കിൽ ഇവരുടെ ഈ ഉസൂലൊക്കെ സ്വന്തത്തിലേക്ക് തന്നെ പതിക്കണം. ഇവരുടെ നേതാക്കളെ പറ്റിയിട്ട് എന്തൊക്കെ പുകഴ്ത്തലുകളും അവരുടെ ഓർമ്മകൾ. ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ 1-2 ആഴ്ചകൾക്ക് മുമ്പ് വരെ കെ എം മൗലവിയെ കുറിച്ചിട്ടൊക്കെ വാദോരാതെ സംസാരിക്കുന്ന വീഡിയോകൾ ഇവരിൽ കാണാം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു മാന്യത എന്നുള്ള നിലക്ക് നിങ്ങളെ നേതാക്കന്മാരെ പറഞ്ഞോളി. ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കളെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമല്ലേ? അതല്ല, ഞങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ എന്തിനെങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കണം? ഒരു തരം ഫാഷിസം അല്ലേ അത്? അല്ലെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ മഹബത്തുള്ള ഒരാളെ പുകഴ്ത്തി പറയാനൊക്കെ ഉള്ളത് അത് സ്വാഭാവികമല്ലേ? അതിനൊക്കെ ഈ രൂപത്തിലുള്ള ഇത്തരം അബദ്ധജടിലമായ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എതിർക്കുക എന്നുള്ളത് മൗഢ്യമാണ് എന്നാണ് ആ വിഷയത്തിൽ പ്രാഥമികമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത്. ഇനിയുണ്ട് അതൊഴുക്ക. ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം പാടിയതാണ്. അൻതല്ലദീ ഔജത്തനി വഅവൈതനി തഹതൽ മിളല്ലതി ലുഅബതൽ അഖ്ദാരി അദ്ഊക ദഅവത ഹായിരിൻ മുതഹയ്യിരി ഫിൽ കൗനി വൽ മലകൂതി വൽ അസ്റാരി. ഒരു അറബി ചൊല്ലിയാലൊക്കെ ചെല്ലിയ ഉഷാറാവും. ഇങ്ങനെ ഇത് മാത്രമല്ല, ഇനി മലയാളത്തിലുണ്ട് ഉമർ മൗലവിനെ കുറിച്ചിട്ട് സ്വർഗത്തിലേക്കു കുതിച്ചഹോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. ഇങ്ങനോട്ട് മൂപ്പര് നേരെ സ്വർഗത്തിലേക്ക് കുതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? അല്ലാ തീരിഫേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ശിർക്കായിരുന്നു, അതിന് ചെല്ലാൻ പറ്റൂല അല്ലെങ്കിൽ പുകഴ്ത്താൻ പറ്റൂല, അവരൊക്കെ ആരാണെന്ന് പറഞ്ഞിട്ട് ആ മുഹ്യിദ്ദീൻമാല മൊത്തം ശിർക്കാക്കിയ ആളുകൾ ഈ ഉമർ മൗലവിനെ കുറിച്ചിട്ട് കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ആരെ പറ്റിയിട്ട്? ഉമർ മൗലവിനെ പറ്റിയിട്ട്, സ്വന്തം നേതാവിനെ പറ്റിയിട്ട് അങ്ങനെ പറയും. എത്രത്തോളം? മലയാള മണ്ണിനു സൗഭാഗ്യര